നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. അർജൻറ്റീൻ ദേശീയ ടീമിനായിട്ട് അരങ്ങേറ്റം കുറിക്കുക, അവിടെ മോശമല്ലാത്ത പ്രകടനം നടത്തുക, ഒരു അസിസ്റ്റൊക്കെ കൊടുക്കുക, നേരെ ക്ലബിലേക്ക് പറന്നിറങ്ങിയിട്ട് കളിക്കാനിറങ്ങിയിട്ട് ഗോളങ്ങടിക്കുക. യെസ്, ഫ്ലാക്കോ ലോപ്പസ്, ഹോസെ മാനുവൽ ലോപ്പസ് ഇപ്പോൾ വല്ലാത്തൊരു ഫോമിലാണ്. അത് അദ്ദേഹം വീണ്ടും വീണ്ടും തുടരുന്ന കാഴ്ച നമ്മൾ കാണുന്നു. പ്യൂട്ടോറിക്കോക്കെതിരെയുള്ള അർജൻറ്റീനയുടെ മത്സരം ഏകപക്ഷീയമായ 6 ഗോളുകൾക്ക് അവർ വിജയിച്ച് കയറുമ്പോൾ ലിയോ മെസ്സിയുടെ കൂടെ മുന്നേറ്റം നയിക്കാൻ ഹോസെ മാനുവൽ ലോപ്പസിനെയാണ് കളിക്കളത്തിലേക്ക് വിട്ടത് കോച്ച് ലയണൽ സ്കലോനി. ടീമിൻ്റെ 3ാമത്തെ ഗോളിൽ അദ്ദേഹം പങ്കുവഹിച്ചു. ഹോസെ മാനുവൽ ലോപ്പസിൻ്റെ അസിസ്റ്റിൽ നിന്നാണ് അലക്സിസ് മാക്കലിസ്റ്ററുടെ 2ാമത്തെ ഗോൾ പിറന്നത്. 2ാം പകുതി തുടരുമ്പോഴും അദ്ദേഹം കളിക്കളത്തിലുണ്ടായിരുന്നു. കുറച്ച് സമയത്തിന് ശേഷം 61ാമത്തെ മിനിറ്റിൽ മാത്രമാണ് താരത്തെ പിൻവലിച്ച് ലൗട്രോ മാർട്ടിനസിനെ കോച്ച് കളിക്കളത്തിലേക്ക് വിട്ടത്. ഫ്ലാക്കോ ലോപ്പസിന് അല്ലെങ്കിൽ ഹോസെ മാനുവൽ ലോപ്പസിന് 24 വയസ്സേ ഉള്ളൂ. മിന്നും പ്രകടനമാണ് ഇപ്പോൾ അദ്ദേഹം പാൽമിറാസിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ്, ആ പ്രകടനം കണ്ടിട്ട് തന്നെയാണ് ഇപ്പോൾ താരത്തെ ടീമിലേക്ക് വിളിച്ചിരിക്കുന്നത് കോച്ച് ലയണൽ സ്കലോനി. അടുത്ത വേൾഡ് കപ്പിന് അർജൻറ്റീനയുടെ ടീമിൽ അവൻ ഇടം പിടിച്ചാൽ അത്ഭുതപ്പെടേണ്ടതില്ല. ഇന്നലെ പാൽമിറാസ് ബ്രാഗന്റീനോയെ 1-5 ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയ മത്സരത്തിലാണ് അവൻ സബ്സ്റ്റിറ്റ്യൂട്ട് റോളിൽ കളിക്കളത്തിലേക്ക് വന്നിട്ട് 84ാമത്തെ മിനിറ്റിൽ ഗോളടിച്ചത്. വിക്ടർ റോക്കിൻ്റെ മികച്ചൊരു മുന്നേറ്റത്തെ തുടർന്ന് റോക്കടിച്ച ഷോട്ട് ഗോൾ കീപ്പർ തടഞ്ഞിട്ടപ്പോൾ കൃത്യമായ പൊസിഷനിലേക്ക് ഓടിയെത്തിയ ഹോസെ മാനുവൽ ലോപ്പസ് പന്ത് വലയിലാക്കിയായിരുന്നു. 12 മിനിറ്റ് മാത്രം കളിക്കളത്തിൽ നിന്ന ഹോസെ മാനുവൽ ലോപ്പസ് ഒരു ഗോളും ഒരു കീ പാസും കൊടുക്കുകയുണ്ടായി. 8 പാസുകൾ കൊടുത്തു, 8ഉം കൃത്യമായി ലക്ഷ്യത്തിൽ, 100% പാസിംഗ് ആക്യുറസി. അങ്ങനെ മികച്ച പ്രകടനം തന്നെയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് റോളിൽ ഇറങ്ങിയിട്ടും താരം നടത്തിയിട്ടുള്ളത്. അർജൻറ്റീനയെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു സ്ട്രൈക്കറെ കൂടി അവർക്ക് ലഭിക്കുകയാണ്. കോച്ച് വലിയ സന്തോഷത്തിലാണ്. ലയണൽ സ്കലോനി പറഞ്ഞിരുന്നു, ഹോസെ മാനുവൽ ലോപ്പസിനെ കഴിഞ്ഞ കോളപ്പിലെ ടീമിലേക്ക് വിളിച്ചതിന് ശേഷം അവൻ ക്ലബ്ബിൽ പോയിട്ട് വീണ്ടും അവൻ്റെ മികവ് അതേപടി തുടരുന്നതാണ് കണ്ടത്. അവൻ്റെ കോൺഫിഡൻസ് നന്നായി വളർന്നിട്ടുണ്ട്. അവന് നമുക്ക് അവസരങ്ങൾ കൊടുക്കണം, അവനെ കൊണ്ട് ബിഗ് ലെവലിൽ കളിക്കാൻ കഴിയുമെന്നുള്ളത് സ്വയം വിശ്വസിപ്പിക്കണം. അങ്ങനെയെങ്കിൽ ടീമിനത് ഏറെ ഗുണം ചെയ്യുമെന്ന്. അതാണിപ്പോൾ സ്കലോനി ചെയ്യുന്നത്. അതിൻ്റെ റിസൾട്ടാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഫ്ലാക്കോ ലോപ്പസ് തന്നെ തൻ്റെ ദേശീയ ടീമിനായിട്ടുള്ള അരങ്ങേറ്റത്തിന് ശേഷം പറഞ്ഞു, ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെയൊക്കെ കടന്നുപോയിട്ടാണ് ഒടുവിൽ ഈ ഒരു അവസരം നമുക്ക് ലഭിക്കുന്നത്. തീർച്ചയായിട്ടും വലിയ സന്തോഷമുണ്ട്. അർജൻറ്റീനയ്ക്ക് വേണ്ടി കളിക്കാൻ കഴിയുക, ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് ഇപ്പോൾ ഹോസെ മാനുവൽ ലോപ്പസും പറയുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.